ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വക്കീൽ ആ കേസിൻ്റെ കാര്യത്തിന് വേണ്ടി നിധിയെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്ക് നിധി പറയുകയാണ്, അയ്യോ മാഡം ക്ഷമിക്കണം മാഡം, നാളെ എനിക്കൊരു പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ കേസിൻ്റെ ഡേറ്റ് ആലോചിച്ചില്ലായിരുന്നു, അതാണ് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയത്. അതൊന്ന് മാറ്റി വെക്കാനായിട്ട് പറ്റുമോ മാഡം എന്ന് ചോദിച്ചിങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും മാഡം പറയണം, ശരി ഞാൻ ഏതായാലും ഒന്ന് പറഞ്ഞു നോക്കാം, മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റാം എന്ന് പറയണം. എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിയാൽ മതിയാവുള്ളൂ, കാരണം ഞാൻ ഓഫീസിൽ കയറിയിട്ട് അധികം നാളായില്ല, എൻ്റെ ആദ്യത്തെ പ്രസൻറ്റേഷനാണ്, അതുകൊണ്ട് തന്നെ എനിക്കത് നല്ല ഭംഗിയായിട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹം. അത് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഞാനവിടെ വളരെയേറെ മോശമായി പോകും എന്നുള്ള നിധിയുടെ സകല കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരി, ഇനിയിപ്പോൾ കോടതിയിലെ നിങ്ങൾ അടുത്ത ഡേറ്റ് പറയാൻ നേരത്ത് കറക്റ്റായിട്ട് അത് ഓർമ്മ വെച്ചേക്കണം, മനസ്സിലായല്ലോ? അതിന് മാറ്റാനൊന്നും പറ്റിയൊന്നുമില്ല, മനസ്സിലായല്ലോ? ഇല്ല മാഡം, ഉറപ്പായിട്ടും ഞാനത് ഓർത്ത് വെച്ചോളാം മാഡം, ഈ ഒരു ഡേറ്റ് എനിക്ക് മാറ്റി തന്നാൽ മതിയെന്നും പറയാം. അങ്ങനെയും പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ്. നിധി ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുഭാഷും അതേപോലെ തന്നെ ഹരീഷും നികേഷും സുധീഷും ഒക്കെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ നമ്മുടെ ഹരീഷാണെങ്കിൽ നല്ല പാട്ടൊക്കെ പാടിക്കഴിഞ്ഞപ്പോഴേക്ക് ഭാഗ്യ മെക്കാനിക്ക് മാത്രമേ അറിയുള്ളൂ അല്ലേ, പാട്ട് പാടാനൊന്നും വലുതായിട്ട് അറിയില്ല എന്ന് നികേഷ് ചോദിച്ചപ്പോഴേക്കും വീണ്ടും ഹരീഷ് ഇങ്ങനെ കിടന്ന് മുട്ടം പാട്ടാ. ആ സമയത്താണ് അച്ഛൻ കയറി വരുന്നത്. അപ്പോൾ അച്ഛൻ കയറി വന്ന് ഒരു പൊതിയെടുത്ത് നമ്മുടെ നിധിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്, മോളെ ഇതെല്ലാവർക്കും കൊടുക്കും മോളെ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും പരിപ്പോട, എല്ലാവർക്കും ഭയങ്കര സന്തോഷം തോന്നിക്കുകയാണ്. നിധി സുധീഷിന് പരിപ്പോട കൊടുക്കുകയാണ്, സുഭാഷിനും അതേപോലെ തന്നെ ഹരീഷിനും. നികേഷിന് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും നികേഷ് വേണ്ടാന്നും പറയും. അപ്പം നികേഷ് വേണ്ടാന്ന് പറഞ്ഞപ്പോഴേക്കും അച്ഛനൊരു ഒരു സങ്കടം, ഇവനെന്താ വേണ്ടാന്ന് പറഞ്ഞത് എന്നൊക്കെ ആലോചിച്ച് നമ്മുടെ അച്ഛൻ നിൽക്കുകയാണ്. അപ്പോൾ അച്ഛനോട് നമ്മുടെ സുഭാഷാണെങ്കിൽ, അച്ഛാ ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണത്തിൽ വല്ല ഉപ്പൊക്കെ കൂടുതലാണോ അച്ഛാ എന്ന് ചോദിക്കുമ്പോൾ അതെന്താണ് നീ അങ്ങനെ ചോദിച്ചത്, നീ എന്താ നിൻ്റെ ഭക്ഷണം കഴിച്ച് നോക്കിയില്ലായിരുന്നു? അപ്പം നികേഷ്, അതെ സുഭാഷേൻ്റെ ഭക്ഷണം കഴിച്ചു നോക്കിയില്ലേ, പിന്നെ എന്താ ഉപ്പ് കയ്പൊക്കെ കൂടുതലുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ സുധീഷാണെങ്കിൽ ഇപ്പം അങ്ങനെയൊക്കെ ചോദിക്കും, കാരണം ഇപ്പോൾ ഇവിടെ നമ്മൾ കഴിക്കുന്ന ഫുഡല്ലല്ലോ ഉണ്ടാക്കുന്നത്, ആല് പൊറോട്ട, ദാല്, അങ്ങനെ വെറൈറ്റി നോർത്ത് ഇന്ത്യൻ ഫുഡ്സ് അല്ലേ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നത്, നിങ്ങൾ ഇവർക്കിത് എന്താ പറയുന്നത്? അതേന്നേ, ഇപ്പോൾ അലുവയും മത്തിക്കറി എന്ന രീതിയിൽ ഹിന്ദിയും മലയാളവും കൂടി കലർന്നിരിക്കുകയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നീ എന്തൊക്കെയാണ് സംസാരിക്കുന്നത്? അപ്പം ഇന്നലെ പറഞ്ഞത് കാര്യമായിട്ടാണോ? അപ്പം ഇങ്ങനെ ഏത് ചെവി വെച്ച് കേട്ടത്? ഇന്നലെ പറഞ്ഞത് കാര്യമായിട്ട് തന്നെയാണെന്നേ. നമ്മുടെ സുഭാഷ് ഏട്ടനും ആ ഹിന്ദിക്കാരിയും കൂടി ഇപ്പോൾ ഒന്നിക്കാനുള്ള പരിപാടിയില്ല. ആ കല്യാണം എത്രയും പെട്ടെന്ന് ഉണ്ടാകും. കല്യാണോ? ഏത് കല്യാണം? എവിടുത്തെ കല്യാണം എന്ന് ചോദിക്കുകയാണ് നമ്മുടെ അച്ഛൻ. അപ്പോൾ കാര്യങ്ങളൊന്നും മനസ്സിലായില്ലേ? എടാ സുഭാഷേ, പറഞ്ഞ സത്യമാണോ? കല്യാണം വരെയൊക്കെ ആയോ? അപ്പം നിങ്ങളത് ഉറപ്പിച്ചോ? അപ്പം നിധി, കല്യാണം ഉറപ്പിച്ചിട്ടൊന്നുമില്ല, പക്ഷേ കല്യാണം വരെയൊക്കെ ആലോചിക്കാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ചാന്ദിനിയുടെ ആങ്ങള എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, എടാ ഞാൻ വിചാരിച്ചത് ഇത് വെറും ഒരു കളിതമാശയാണെന്നാണ്, ചുമ്മാ കളിപ്പിക്കാൻ വേണ്ടി, നിന്നെ വട്ടുപിടിപ്പിക്കാൻ വേണ്ടി ഇവരൊക്കെ പറയുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇത് ഇത്രയ്ക്കും സീരിയസ് ആയിരുന്നോ? സുഭാഷേ വേണ്ട, ഇത് ശരിയാവില്ല എന്ന് പറയാം. അപ്പം ഇത് കേട്ടാ ഹരീഷിന് കല്യാണം ശരിയാവില്ലെന്നോ? അതെന്താ ശരിയാവാത്തത്? അത് ശരിയാവില്ലെന്ന് പറഞ്ഞാൽ ശരിയാവില്ലെന്നേ. സുധീഷൻ ചോദിക്കാം, അതാ ചോദിച്ചത്, എന്താണ് ശരിയാവില്ലെന്ന് പറയാനുള്ള കാരണമെന്ന്. അത് പിന്നെ ബംഗാളി, അതും പോട്ടെ, ഇവന് ആ ഹിന്ദി ഒരു അല്പമെങ്കിലും സംസാരിക്കാൻ അറിയാവോ? ഭാഷ തന്നെയാണ് പ്രശ്നം. എടാ മലയാളം തന്നെ നീ മര്യാദയ്ക്ക് പറയുന്നില്ല, അതിൻ്റെ ഇടക്കാണ് അവന് ഹിന്ദി പറയാനായിട്ട് പോകുന്നത്. എടാ അവരുടെ കൾച്ചർ വേറെ, നമ്മുടെ കൾച്ചർ വേറെ. എടാ ഈ ബന്ധം ശരിയാവുമെന്ന് എനിക്ക് തോന്നില്ലട്ടാ, നീ ഇത് മറന്നേക്ക്. ഇവർക്കേ വിവരമില്ല, നീ അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണോ സുഭാഷേ? അപ്പോൾ സുഭാഷിൻ്റെ മുഖഭാവമൊക്കെ മാറുക. അപ്പോൾ ഹരീഷ് ആണെങ്കിൽ, അച്ഛാ നിങ്ങൾ ഇതിൽ കയറി ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണ് ഇടപെട്ടാൽ? നിങ്ങൾ ആരും ഇടപെടാനായിട്ട്? ഇവൻ്റെ ഇത് തന്തയാണ് ഞാൻ. ഇത്രയും കാലം എവിടെ പോയായിരുന്നു തന്ത? സുഭാഷേട്ടൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. സുഭാഷേട്ടൻ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടോ? അതും ഇല്ലല്ലോ. സുഭാഷേട്ടൻ ഈ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ഈ ഒരു നിലയിലാക്കിയെടുത്തു. എന്നിട്ട് സുഭാഷേട്ടനോട് വേണ്ടെന്ന് പറയാൻ നിങ്ങൾക്ക് ഒരവകാശമില്ലെന്ന് പറയുകയാണ്. സുഭാഷേ, എനിക്ക് നിന്നോടാ സംസാരിക്കാനുള്ളത്. ഇവർക്കാണെങ്കിൽ വകതിരിവെന്ന് പറഞ്ഞ സാധനവുമില്ല, നിനക്കും അതും ഇല്ലാതെ ആയിപ്പോയോ? അപ്പോൾ സുഭാഷിന് ആകെ സങ്കടം തോന്നിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അച്ഛനോട്, നിങ്ങൾ കയറി പോകുന്നുണ്ടോ? എടാ ഹരീഷ വേണ്ട അങ്ങനെ പറയല്ലേ. സുഭാഷേട്ടനൊന്നും വേണ്ടാണ്ടിരിക്കും. സുഭാഷേട്ടാ
സുഭാഷ് ഏട്ടന് ഈ കല്യാണത്തോട് താല്പര്യമാണ്, ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങളിത് മുൻകൈ എടുത്ത് നടത്തി തരും. അതിന് ഒരു സംശയവും വേണ്ട. അപ്പോഴേക്ക് അച്ഛൻ, ഇനിയും നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വരാനുള്ളത് വഴി തങ്ങൂലല്ലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിലേ നാശത്തിൽ പോയി അവസാനിക്കും. എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് സഹിച്ചോളാം, നിങ്ങൾ പോകാൻ നോക്ക്, ഞാൻ പോയേക്കാം എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ അവിടെ നിന്ന് പോവാം. അപ്പം സുഭാഷ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. ഞാനപ്പോഴേക്ക് സുധീഷ് അങ്ങോട്ട് എന്നിട്ട്, സുഭാഷ് ഏട്ടാ കാര്യമാക്കണ്ട സുഭാഷ് ഏട്ടാ, അങ്ങേരെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടേന്നേ, സുഭാഷ് ഏട്ടൻ പ്രണയിക്ക്, അങ്ങനെ പ്രണയിച്ച് ഒരു ഹിന്ദി ഗാനം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്ക്, ഭാഷയുടെ കാര്യമല്ലേ, അതിന് പ്രണയവും ഭാഷയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടൻ പ്രണയിക്ക്, സുഭാഷ് ഏട്ടൻ മതിയാവോളം പ്രണയിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഇവരോടൊന്ന് പോയി കഴിഞ്ഞ് സുഭാഷ് ആണെങ്കിൽ ഭയങ്കര ചിരിച്ചുകൊണ്ട് നേരെ പോവുകയാണ്. അപ്പോൾ ഹരീഷാണെങ്കിൽ അയ്യോ നാണം വന്നു, സുഭാഷ് ഏട്ടന് നാണം വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നികേഷും. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നിധി ഇങ്ങനെ ലാപ്ടോപ്പിൽ എന്തൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ സുധീഷ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ സുധീഷ് ഹരീഷും കൂടി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുക. അപ്പോൾ നമ്മുടെ ഹരീഷ് വന്നിട്ട്, അയ്യോ നാളെയാണല്ലോ ഇന്നൊരു കാര്യം, നാളെ 24-ാം തീയതി ആണല്ലോ, അയ്യോ ദൈവമേ ഞാനൊരു കാര്യം മാറ്റി വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു കാര്യത്തിൽ വേണ്ടി ധൃതിക്ക് ഓടി പോവുക. അപ്പോഴാണ് 24-ാം തീയതി ആണെന്നുള്ളൊരു കാര്യം നമ്മുടെ സുധീഷ് ആലോചിച്ചത്. നിധി നാളെ 24-ാം തീയതിയാണ്, നാളെ എനിക്ക് ഒരു ഓട്ടം ഉണ്ട്, എനിക്ക് ഓട്ടത്തിന് പോകണം, അതിനിപ്പോൾ ഞാനെന്ത് വേണം? അല്ല നിധി, നാളെയാണല്ലോ ആ കേസിൻ്റെ ഒരിത്, അപ്പം ഞാൻ ഡേറ്റ് ഓർത്തില്ലായിരുന്നു, മറന്നുപോയായിരുന്നേ, അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഓട്ടം പിടിച്ചിരിക്കുക, അപ്പോൾ എനിക്ക് നാളെ കേസിന് വരാൻ പറ്റൂല, അതൊന്ന് മാറ്റി വെക്കാവോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിധി പറയാം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും കൂടി നാളെ പോവേണ്ടതാ കേസിൻ്റെ കാര്യത്തിന്, ഞാനും ആ ഡേറ്റ് മറന്നായിരുന്നു, എന്നെ വക്കീൽ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കുമാണ് ഞാൻ ആ ഡേറ്റിൻ്റെ കാര്യം ആലോചിച്ചത്. എനിക്കും നാളെ വരാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞായിരുന്നു, എനിക്ക് ഒരു പ്രസൻറ്റേഷൻ ഉണ്ട്, അത് നാളെയാണ് ചെയ്യേണ്ടത്, അപ്പോൾ അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് നിൽക്കുന്നത്. ഞാൻ വക്കീലിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരി ആയിക്കോട്ടെ, വേറൊരു ഡേറ്റ് ഞാൻ ഫിക്സ് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതെ ഏതായാലും നന്നായി, എന്താ അല്ല നന്നായി, നമുക്ക് അടുത്ത പ്രാവശ്യം പോകാമല്ലോ, അടുത്ത പ്രാവശ്യം പോകണം, അടുത്ത പ്രാവശ്യം ആകുമ്പോഴേക്കും അല്ലേ, അപ്പോഴേ ഞാൻ വേറെ എന്തെങ്കിലും കള്ളത്തരങ്ങൾ ഒപ്പിച്ചോളാം, എന്താ നിങ്ങളെന്താ പറഞ്ഞത്? അല്ല അടുത്ത പ്രാവശ്യം നമുക്ക് ഉറപ്പായിട്ടും പോകാം, നമ്മൾ രണ്ടും കൂടി ഒരുമിച്ച് പോകണമല്ലോ, അടുത്ത പ്രാവശ്യം ഡേറ്റ് മറക്കാൻ പാടില്ല, ഇല്ല അടുത്ത പ്രാവശ്യം ഞാൻ ഒരിക്കലും ഡേറ്റ് മറക്കാനായിട്ട് പോകുന്നില്ല. അങ്ങനെയല്ല സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സുധീഷിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരിക. അയ്യോ ദേടാ ഗായു ആണല്ലോ വിളിക്കുന്നത്, ദേ നിധി നോക്കി ഗായു വിളിക്കുന്നു, അതിനിപ്പോൾ ഞാൻ എന്ത് വേണം? അല്ല ഞാൻ ഗായുവിനോട് സംസാരിക്കട്ടെ കേട്ടോ. അപ്പോൾ നിധിക്ക് അരിശം വരും, നിങ്ങൾ ആരോട് വേണമെങ്കിലും സംസാരിക്കും, ഇപ്പം എനിക്കെന്താ കുഴപ്പമൊന്നും പറഞ്ഞിട്ട് ലാപ്ടോപ്പ് മടക്കി എടുത്ത് നമ്മൾ ഈ നിധി അവിടെ നിന്ന് അകത്തേക്ക് കയറി പോവാണ്. അപ്പോഴേക്കും ഹരീഷ് ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സുധീഷ് ഏട്ടാ എന്താ നിങ്ങളുടെ ഭാവം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്നോടേ നികേഷ് കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു, നിങ്ങളെന്തോ ഒരു തട്ടിപ്പായിട്ട് ഇറങ്ങിയിരിക്കുന്നതെന്ന്. അപ്പോൾ ആ സത്യം നീ പറഞ്ഞോ? എടാ ഇതെല്ലാം നിധിക്ക് വേണ്ടിയുള്ള ഒരു ഊരാക്കുടുക്കാണ്. ഊരാക്കുടുക്കോ? നിധി എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയെന്ന് മനസ്സിലായില്ലേ? എൻ്റെ ഫോണിലേക്ക് ഗായുവിൻ്റെ കോള് വന്നതുകൊണ്ട്. പിന്നെ അവൾ കേസും മറന്നുപോയിരിക്കുന്നു എന്ന്. എന്തൊക്കെ പറഞ്ഞാലും ഡിവോഴ്സ് എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാൾക്ക് കേസിൻ്റെ കാര്യം പെട്ടെന്ന് മറക്കാനായിട്ട് പറ്റുമോ? അതൊന്നും കൊണ്ടൊന്നും ആയിരിക്കില്ല സുധീഷ് ഏട്ടാ. അത് പിന്നെ എന്താണ് ഏടത്തിക്കൊരു പ്രസൻറ്റേഷൻ ഉണ്ടെന്നല്ലേ പറഞ്ഞത്, അപ്പോൾ പിന്നെ ഏടത്തി ആ ഒരു ധൃതിയിൽ കേസിൻ്റെ കാര്യം മറന്നുപോയതായിരിക്കുള്ളൂ, അത്രയേ ഉള്ളൂ. അതൊക്കെ അവളുടെ വെറും പറച്ചിൽ മാത്രമാണ്. ഇപ്പോൾ ദേഷ്യപ്പെട്ട് എണീറ്റ് പോയതിൻ്റെ കാരണം എന്നാ? ഞാൻ ഗായുവിൻ്റെ കോള് എൻ്റെ ഫോണിലേക്ക് വന്നതുകൊണ്ട്. അപ്പോൾ എന്താണ് കരുതേണ്ടത്? കുശുമ്പ്. അത് തന്നെ. ഈ ഒരു വഴിയിലൂടെ തന്നെ ഞാൻ നിധിയെ എൻ്റെ അരികിലേക്ക് തന്നെ അടുപ്പിക്കും, അതിന് യാതൊരു സംശയവും ഇല്ല എന്നവിടെ പറയാം. എൻ്റെ സുധീഷ് ഏട്ടാ ഇതായിരുന്നു നിങ്ങളുടെ മനസ്സിലെ പ്ലാൻ. അപ്പോഴേക്കും ഗായു വീണ്ടും വിളിക്കുകയാണ്. അവൾ വിളിക്കുന്നുണ്ട്, ഞാനെടുത്ത് നോക്കട്ടെ. ഗായു ഭക്ഷണം കഴിച്ചോ? ഇല്ല ഭക്ഷണം കഴിച്ചില്ല. ഞാൻ കഴിച്ചു, ഇവിടെ ചപ്പാത്തിയും പനീറുമായിരുന്നു. പനീർ കറി ഇഷ്ടമാണോ? ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുധീഷിന് കാര്യം വരികയാണ്. എനിക്ക് പനീർ കറി ഇഷ്ടമല്ലേ? പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പനീർ കറി. ഇന്നേ കോളേജിലൊരു തമാശ ഉണ്ടായിരുന്നു, ആ തമാശ പറയാൻ വേണ്ടി വിളിച്ചത്. ആണോ? ആണെങ്കിൽ പറ, എന്ത് തമാശയാ, കേൾക്കട്ടെ.
അങ്ങനെ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറയാം. ഇത് കേട്ട സുധീഷിൻ്റെ തലക്ക് ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിലായി പോവാണ്. എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് നിധി വരുന്നത്. അപ്പം നിധിയുടെ മുന്നിൽ ഇതൊന്നും കാണിക്കാനായിട്ട് പറ്റില്ലല്ലോ. ആണോ, അയ്യോ ഇത് ഭയങ്കര തമാശയാണല്ലോ. തമാശ കേട്ടേ ഞാൻ ചിരിച്ച് മണ്ണ് കാപ്പി. എന്താ സുധീഷേട്ടൻ എന്നെ കളിയാക്കുവാണോ? കളിയാക്കാനോ? ഞാൻ കളിയാക്കിയതല്ല, നല്ല തമാശയാ, എനിക്കിഷ്ടപ്പെട്ടു, നല്ല തമാശയാണെന്നും പറയാണ്. എങ്കിലേ ഞാൻ വേറൊരു തമാശ കൂടി പറയട്ടെ. അയ്യോ ഇനിയും തമാശയുണ്ടോ? എങ്കിൽ കേൾക്കട്ടെ, പറ തമാശ കേൾക്കട്ടെ. അങ്ങനെ ഗായു വീണ്ടും തമാശകൾ പറയണം. അയ്യോ നല്ല രസമുണ്ട്. ദേ ഗായുവേ ഭയങ്കര സ്വീറ്റാണ് കേട്ടോ. ആണോ? പക്ഷേ ശരിക്കും പറഞ്ഞാൽ സുധീഷ് ചേട്ടനാണ് സ്വീറ്റ്. ഞാൻ സ്വീറ്റാണോ? അപ്പോൾ നിധിക്ക് കലി വന്നിട്ട് ഒരു രക്ഷയില്ല. ഇത് കലി വന്നിട്ട് രക്ഷയില്ലാതെ അങ്ങ് നിൽക്കുക. അപ്പോൾ നിധി ദേഷ്യപ്പെട്ട് നേരെ അതേ കയറി പോവുകയാണ്. അപ്പോൾ ഹരീഷ് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഹരീഷ് പറയുകയാണ്, സുധീഷ് ചേട്ടാ മതി, നിങ്ങൾ പെട്ടു കേട്ടോ. എന്തൊരു പെണ്ണാടത്. ആ പെണ്ണിനെ വിളിച്ചിട്ട് ഫോൺ വെക്കുന്നില്ല. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും വിളിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വെച്ചത്. ഏതായാലും സുധീഷ് ചേട്ടൻ ഈ ഉരകുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എടാ ഇതൊക്കെ ഈ ഊരാക്കുടുക്ക് ഞാൻ ഉണ്ടാക്കി വെച്ചതേ ആ പോയവൾക്ക് വേണ്ടിയാണ്. ആ പോയവൾ എൻ്റെ കുരുക്കിൽ വീഴും, അത് കൺഫേമായ കാര്യമാണ്. ചിലപ്പോൾ വീണില്ലെങ്കിലോ? വീഴൂടാ, കണ്ടോ, ഈ സുധീഷിൻ്റെ വലയിൽ അവൾ വീഴും. അതിന് ഈ ഒരു മീൻ എനിക്ക് ആവശ്യമാണ് എന്നിങ്ങനെ ഗായുവിനെ കുറിച്ച് പറയുക. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഗായത്രി വീണ്ടും വിളിക്കുക. അപ്പോൾ ഗായു ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയുകയാണ്, സുധീഷിന് സംസാരിക്കുകയാണ്. ആ സമയം തന്നെ നമ്മുടെ നിധിയാണെങ്കിൽ ലാപ്ടോപ്പ് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ചാന്ദിനിയെ കാണിക്കുകയാണ്. ചാന്ദിനി സുഭാഷിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഭാഷും അതേപോലെ തന്നെ ചാന്ദിനിയെക്കുറിച്ചും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചാന്ദിനി പെട്ടെന്ന് ഒരു ലവ് ചിഹ്നത്തിൻ്റെ ഒരു മെസ്സേജ് വിടുക. പെട്ടെന്ന് നമ്മുടെ സുഭാഷ് ഫോൺ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ലവ് ചിഹ്നമല്ല. സുഭാഷും അതേപോലെ തന്നെ അങ്ങോട്ട് തിരിച്ച് ലവ് ചിഹ്നം വിടുകയാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അവർ രണ്ടുപേരുടെ പ്രണയം അങ്ങനെ മൂക്കാനായിട്ട് അങ്ങനെ തുടങ്ങിയിരിക്കുക. അങ്ങനെ നമ്മുടെ നികേഷ് വന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും നിധി ഇങ്ങനെ ലാപ്ടോപ്പ് നോക്കിയിരിക്കുന്നൊരു സീനാണ് കാണുന്നത്. എന്താ ഏട്ടത്തിക്ക് ഉറങ്ങാറൊന്നും ആയില്ലേ? ഇല്ലടാ, കുറച്ച് പണി തീർക്കാനുണ്ട്. നാളെ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതിനുവേണ്ടിയുള്ള വർക്കുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്കിലേ ഏട്ടത്തി ഇവിടെ നിന്ന് ചെയ്യും, ഞാനേ സുഭാഷിൻ്റെ അടുത്ത് പോവാണേ. ശരി, നീ പൊയ്ക്കോ. അങ്ങനെ സുഭാഷ് ഏട്ടൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും സുഭാഷും ഫോണില്ല. കാരണം അച്ചാറെന്ന് പറഞ്ഞാൽ പിക്കിൾ, അതിനെന്താ ഹിന്ദി പറയുന്നത്? അപ്പോൾ നികേഷ് അന്തം വിട്ട കുന്തം പോലെ നോക്കി നിൽക്കുക. അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.